മലയാളിയായ ഡോക്ടർ വിജയരാഘവൻ ഒരു MBBS ഡോക്ടറല്ല, പക്ഷേ ദുബായിൽ അദ്ദേഹം ആതുര ശുശ്രൂഷ രംഗത്ത് തന്നെയാണ്. ദുബായിലുള്ളവർക്ക് പരിചിതമായ റീം മെഡിക്കൽ സെൻ്റർ അദ്ദേഹം നടത്തുന്നു. അദ്ദേഹത്തോടൊപ്പം നമുക്കൊരു ചെറിയ യാത്ര പോകാം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ വിജയരാഘവൻ. ഞാൻ കോഴിക്കോട് നിന്നാണ്. കഴിഞ്ഞ 36 വർഷമായിട്ട് ദുബായിലാണ് താമസിക്കുന്നത്. ഇവിടെ ഒരു ഷാർജയിൽ റീം മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഡയറക്ടറാണ്. ഈ സ്ഥാപനം ഒരു 20 വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഒരു ഡെൻ്റൽ ഡോക്ടറും ഒരു GP ഡോക്ടറായിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇപ്പം 3 ബ്രാഞ്ച് ഉണ്ട്. ഷാർജയിലാണ് എല്ലാം. ഞങ്ങൾക്ക് 2 ഡയഗ്നോസ്റ്റിക് സെൻറ്റേഴ്സ് ഉണ്ട്. അതിനോടുകൂടി ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ എല്ലാം ഫുൾ ഫ്ലെഡ്ജ്ഡ് ഫെസിലിറ്റീസ് ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഫാർമസി ഉണ്ട്. മെയിൻ്റനൻസ് ആൻഡ് കോൺട്രാക്റ്റിംഗ് ഉണ്ട്. ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ ഒരു കമ്പനി ഉണ്ട്. മകനാണത് നോക്കുന്നത്. നമുക്ക് ഷാർജയിലൊരു ഫാക്ടറി ഉണ്ട്, ജോയിനറി ഫാക്ടറി ഉണ്ട്. അതിപ്പം എസ്പെഷ്യലി ഇപ്പം 2020 ഒക്കെ ഡിക്ലെയർ ചെയ്തുകൊണ്ട് ധാരാളം സാധ്യതകൾ നല്ലോണം ഉണ്ടെന്നാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പഠിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെക്കാട്ടും കുറേ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു, വരുമായിരുന്നു. അപ്പോൾ അതിൽ അന്നത്തെ കാലത്ത് ഓരോ അവരുടെ ലക്ഷറി ഇതെല്ലാം കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യാം ദുബായ്. അങ്ങനെയാണ് ദുബായിലെത്തുന്നത്. എനിക്ക് കുറച്ച് ചാവക്കാടുള്ള 1-2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ ആദ്യകാലങ്ങളെ പറ്റിയൊക്കെ പറയുമായിരുന്നു. ഈ ലോഞ്ചിൽ ഇറങ്ങി കോർഫക്കാനിൽ നിന്ന് നീന്തി കരപറ്റി സിനിമയിലൊക്കെ ഉള്ള മോഹൻലാലിൻ്റെ സിനിമമാര് തന്നെയായിരുന്നു. അപ്പം ആ കാലമൊക്കെ കഴിഞ്ഞു. ഞാനൊക്കെ വരുമ്പോഴേക്കും കുറേ ഡെവലപ്ഡായി, സിവിലൈസ്ഡായി. പണ്ട് കാലത്ത് ഇന്ത്യൻ കറൻസിയൊക്കെ ആയിരുന്നു ഇവിടെ നടന്നിരുന്നത്. ഞാൻ ആദ്യം മസാഫി മിനറൽ വാട്ടർ കമ്പനിയിൽ ആയിരുന്നു ജോലി കിട്ടിയത്. അവിടെ ജോലി ചെയ്ത് ഒരു 5 വർഷം കഴിഞ്ഞപ്പം വേറൊരു ഹത്ത മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ലീസിനെടുക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അങ്ങനെ അത് കുറേ കാലം നടത്തി. അവിടെ ബേസിക്കലി ഞാൻ ക്വാളിറ്റി കൺട്രോളറായിട്ടായിരുന്നു വർക്ക് ചെയ്ത് തുടങ്ങിയത്. പിന്നെയാണ് മെഡിക്കൽ ഫീൽഡിലേക്കുള്ള എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് ഞാനും കൂടിയായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ബിസിനസ് ഈ ലൈനിലായതുകൊണ്ട് എനിക്കൊരു PhD ചെയ്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഹെൽത്ത് കെയർ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുള്ള സാധ്യത വന്നപ്പം പിന്നെ ഒരു 2-3 വർഷം അതിനു വേണ്ടി അങ്ങ് മെനക്കെട്ടു. സിംഗിൾ ഡോക്ടർ ക്ലിനിക് എന്നുള്ളൊരു ഇതിൽ നിന്ന് മാറി ഇപ്പോൾ കുറച്ചും കൂടി ഒരു കോർപ്പറേറ്റ് സെക്ടറിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും അതേമാതിരി ഒരു കോർപ്പറേറ്റ് ഗ്രൂപ്പിലേക്ക് മെർജ് ചെയ്തിട്ട് ആണിപ്പം വർക്ക് ചെയ്യുന്നത്. ലാർജറായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ് ഇപ്പം. എസ്പെഷ്യലി ഇപ്പം ഇൻഷുറൻസും ബാക്കിയുള്ള ഇതെല്ലാം ഇപ്പം കമ്പൽസറി ആയ സ്ഥിതിക്ക് പ്രവാസികൾക്ക് അതൊരു വലിയ അനുഗ്രഹമായിട്ടാണ് വരാൻ പോകുന്നത്. കാരണം മുമ്പ് എംപ്ലോയേഴ്സ് മെഡിക്കൽ ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കമ്പൽസറി അല്ലായിരുന്നു. ഇപ്പം ഇത് കമ്പൽസറി ആയി വരുന്നുമുണ്ട്. ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ അവർക്ക് പോയിട്ട് ട്രീറ്റ്മെൻറ്റിനെല്ലാം പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നു 1-2 വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് എല്ലാ വർക്കേഴ്സിനും എക്സ്പാട്രിയേറ്റ്സിനും കവേർഡ് ആയിരിക്കും ഇൻഷുറൻസ്. അത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് ഒരു ബൂസ്റ്റ് ആണെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമുക്കിപ്പോൾ ഒരു അസുഖം വന്നാൽ എന്തായാലും ഇവിടെയുള്ള ആരും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുന്നു.
പിന്നെ ചില ആൾക്കാർക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത അസുഖങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകേണ്ടി വരും. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാം. ഇവിടെ തന്നെ സൗകര്യങ്ങളുണ്ടാവും. നമ്മൾ ലീവ് എടുക്കാണ്ടെയും ഇവിടെ തന്നെ ഉള്ള ഒരു ലെവലിലും നമുക്കത് കിട്ടുവാണെങ്കിൽ അതായിരിക്കില്ല ഏറ്റവും നല്ലത്. സീസണൽ അസുഖങ്ങളുണ്ടല്ലോ, അത്രയും സീരിയസ് അല്ലാത്ത, അതാണ് കൂടുതലായിട്ട് കാണാറ്. ഓരോ സീസൺ ഇപ്പം ചൂട് കാലത്ത് നിന്ന് തണുപ്പിലേക്ക് മാറുമ്പോൾ, തണുപ്പിൽ നിന്ന് പിന്നെ ചൂടിലേക്ക് മാറുമ്പോഴൊക്കെ ഉണ്ടാകുന്ന കോമൺ അലർജീസ് ഇവിടെ കുറച്ച് എക്സ്പെൻസീവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എഫോർഡബിൾ ഇത് വരുന്നുണ്ട്. പലപ്പോഴും ചില ആൾക്കാർക്ക് എമർജൻസി അല്ലാത്ത കേസുകളൊക്കെ ചിലപ്പം നാട്ടിൽ നിന്ന് മെഡിസിൻ കൊണ്ടുവരിക, നാട്ടിൽ ട്രീറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് വല്ലാതെ അതിന് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്തായാലും എഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പിന്നെ അതിനുള്ളൊരു ഓൾട്ടർനേറ്റീവ് എല്ലാവരും കാണുമല്ലോ. നാട്ടിലും ഒരു ഹോസ്പിറ്റലിൻ്റെ പ്ലാനിലാണ് ഇപ്പോൾ ഉള്ളത്. നാട് എപ്പോഴും നാട് തന്നെ, നമുക്ക് നാടിനോട് തന്നെ ഇഷ്ടം. ഇവിടെ ഉള്ള സൗകര്യങ്ങളും അതുമാതിരി കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതെല്ലാം സേഫ്റ്റി, ഇങ്ങനെയൊക്കെ നോക്കുമ്പം ഈ രാജ്യം തീർച്ചയായിട്ടും വളരെയധികം സൗകര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഞാൻ താമസിക്കുന്നത് അൽമുല്ല പ്ലാസയിലാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഇവിടെ തന്നെയാണ്. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലാൻഡ്മാർക്കാണ്. ദുബായിയുടെയും ഷാർജയുടെയും ബോർഡറിലാണ് ഇത്. ആദ്യത്തെ ഷോപ്പിംഗ് മാളും കൂടിയാണ്. അതിനുശേഷമാണ് അൽ ഖുറൈർ സെൻ്ററൊക്കെ വന്നത്. ഇതൊരു 36-37 വർഷത്തിലും മേതെയായിരുന്നു ഈ ബിൽഡിങ് ഇപ്പോഴും ഒരു ലാൻഡ് മാർക്കായിട്ട് തന്നെ കിടക്കുന്നു. വൈഫ്, ഒരു മകൻ ബിസിനസ്സിലാണ്. മരിച്ചുപോയൊരു മകനുണ്ട്, ലൂക്കീമിയ ആയിരുന്നു. എൻ്റെ 2 മക്കളും ഇവിടെ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇവിടെ തന്നെയാണ്, ദുബായാണ്. പിന്നെ പഠിക്കാൻ വേണ്ടി അമേരിക്കയിലൊക്കെ പോയിരുന്നേ ഉള്ളൂ. അപ്പം അവൻ്റെ പേരിലൊരു ചാരിറ്റി, നിതിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണമുണ്ട്. അത് ത്രൂ കഴിയാവുന്ന സഹായമൊക്കെ ഞാൻ നാട്ടിൽ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്നല്ലേ നമ്മൾ പറയാം. അപ്പം ആരോഗ്യമാണ് ബേസിക്കായിട്ട് വേണ്ടത്. അതുകൊണ്ട് അതില്ലാതെ പിന്നെ വേറൊന്നും ചെയ്യാനില്ലല്ലോ. അപ്പം അതിനുവേണ്ടി നമ്മളെപ്പോഴും പ്രിവെൻഷനാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആദ്യം, ഡോക്ടറെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ്. രോഗം പ്രിവെൻറ്റീവ് ലെവലിലും നമുക്ക് പല കാര്യങ്ങളും ചെയ്യാവുന്നതുണ്ട്. പിന്നെ അസുഖങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണല്ലോ. ഇവിടുത്തെ ലോക്കൽസ് വളരെയധികം ഇന്ത്യൻസിനോടും ബാക്കിയുള്ള എക്സ്പാട്രിയറ്റ്സിനോടൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ്. പലരും ഇവിടുത്തെ പ്രൊഫഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാലും ധാരാളം ഇന്ത്യൻസാണല്ലോ അധികം ഉള്ളത്. അതിപ്പം മുഴുവൻ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പം അത്രയും വളരെ കാലങ്ങളൊക്കെ ഇനിയും കഴിയേണ്ടി വരുമായിരിക്കും. പ്രേക്ഷകർക്ക് വിനോദത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പുതുമകൾ പകർന്നു നൽകിയ മറുനാടും മലനാടും ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാകുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് മറുനാടും മലനാടിൻ്റെയും ശക്തി. അതുകൊണ്ട് എഴുതാൻ മറക്കരുത്, സമ്മാനങ്ങൾ നേടാനും മറക്കരുത്. എല്ലാവർക്കും സമ്മാനങ്ങൾ എഴുതുക, സമ്മാനങ്ങൾ നേടുക. മറുനാടും മലനാടും ഇനി അടുത്ത ആഴ്ച.